ഓക്കെ, ഞാൻ വരാം. സജിം ബാബു, ഇതിൽ ഈ കരട് നയത്തിലെ ചില നിർദ്ദേശങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം. കാസ്റ്റിംഗ് കൗച്ച് പൂർണ്ണമായും ഇല്ലാതാക്കണം, ഇതിനെതിരെ സീറോ ടോളറൻസ് നയം ഉറപ്പാക്കണം, കുറ്റവാളികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം, സിനിമാ സെറ്റുകളിൽ വിവേചനം, ലൈംഗികാതിക്രമം, അധികാര ദുർവിനിയോഗം എന്നിവ നിരോധിക്കണം, ഓഡിഷന് കേന്ദ്രീകൃതമായ പ്രോട്ടോകോൾ നടപ്പാക്കുകയും സിനിമാ മേഖലയിൽ ഏകീകൃത പെരുമാറ്റച്ചട്ടം കൊണ്ടുവരികയും വേണം, അടിസ്ഥാന സൗകര്യങ്ങളായ ശുചിമുറി, വിശ്രമമുറി എന്നിവ ഉറപ്പാക്കണം, പോഷ് നിയമം കർശനമായി നടപ്പാക്കണം, അതിക്രമങ്ങൾ തുറന്നു പറയുന്നവർക്ക് പൊതു പിന്തുണ ഉറപ്പാക്കണം, സൈബർ പോലീസിന് കീഴിൽ ആന്റി പൈറസിക്കായി പ്രത്യേക സെല്ല് തുടങ്ങണം, ചലച്ചിത്ര പ്രവർത്തകരെ ലക്ഷ്യമിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ തടയണം, പുതിയ ആളുകൾക്ക് സിനിമാ മേഖലയിലേക്ക് കടന്നുവരാൻ മെന്റർഷിപ്പ് പ്രോഗ്രാമുകൾ നടപ്പാക്കണം എന്നിങ്ങനെയൊക്കെയാണ് കരട് നയത്തിലെ പ്രത്യേക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. ഈ നിർദ്ദേശങ്ങളെല്ലാം യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നതാണോ, ഈ പ്രത്യേകിച്ച് ഈ കാസ്റ്റിംഗ് കോച്ചിൻ്റെ കാര്യത്തിലൊക്കെ? ഇല്ല, എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനൊരു പോളിസി ഉണ്ടെന്നോ, ഇതൊക്കെ അങ്ങനെ ഒരു പൂർണ്ണമായി 100% എല്ലാ പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് തുടച്ചു നീക്കാൻ പറ്റുന്നത് ഒരിക്കലും പറ്റില്ല, ഒരിക്കലും സാധിക്കില്ല. ഇതിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ ഏത് തരത്തിലുള്ള പലതരത്തിലുള്ള വ്യക്തികളാണ്, പലതരം സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ പലതരം സിറ്റുവേഷൻസ് ചിലപ്പം ഇതിന് പല കാര്യങ്ങൾക്കും വഴി തെളിയിക്കും. പക്ഷെ എന്തായാലും ഈ പറയുന്നത് പോലെ 100% ആയില്ലെങ്കിൽ ഒരു 50% മാറ്റമെങ്കിലും കൊണ്ടുവരാൻ കഴിയും. ഞാൻ പറയുന്നത് പോലെ പണ്ട് കാലത്ത് പൊളിറ്റിക്കലി ആണെങ്കിൽ പോലും ഒരു 10-15 വർഷം മുന്നേ ഉള്ള സിനിമകൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ സ്ത്രീകളെ വളരെ മോശമായിട്ട് അവരെ കുറിച്ച് പറയുന്ന പദപ്രയോഗങ്ങൾ ഇതിന് കൈയടിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഇവിടുത്തെ ഫിലിം മേക്കേഴ്സ് സിനിമ എടുക്കുമ്പോൾ അവർ ആ സിനിമ എഴുതുമ്പോൾ, ആ റൈറ്റേഴ്സ് എഴുതുമ്പോൾ അവർ ഒന്നുകൂടി ആലോചിക്കും, നമ്മൾ ഈ ഡയലോഗ് ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് വേറെ തരത്തിലാവോ. അങ്ങനെ ചെയ്താൽ പോലും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തില്ല. പല ഡബിൾ മീനിങ്ങും പല രീതിയിലുള്ള പലതും നമ്മൾ പഴയ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. വളരെ സൂപ്പർ ഹിറ്റായിട്ടുള്ള നമ്മുടെ സൂപ്പർ താരങ്ങളുടെ സിനിമകളിൽ പോലും സ്ത്രീവിരുദ്ധമായിട്ടുള്ള പല പരാമർശങ്ങളും പല ഡയലോഗുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇന്ന് മാറി. കാര്യം കാലമാണ് മാറ്റുന്നത്. കാലത്തിന് അതിനൊക്കെ അതിനൊക്കെ വഴിതെളിക്കുകയാണ്. ആ ഒരു ഡിസ്കഷൻസാണ് എനിക്ക് തോന്നുന്നു ഉണ്ടാവുന്നതും. ആ ഡിസ്കഷന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ കോൺക്ലേവ് ഉണ്ടാവുന്നതും ഈ പൊതു ജനങ്ങൾക്കും മീഡിയയിലൂടെ ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കാനും പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുമെന്ന് തന്നെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. പക്ഷെ 100% എന്തായാലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവാം. അതൊന്നും ആരുടെയും കയ്യിലല്ല എന്നുള്ളതാണ്. അപ്പം ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റും. ഇതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. പല കാര്യങ്ങളും നേരത്തെ ഒന്നും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ട് പോലും ഇല്ലായിരുന്നു. ഇതൊന്നും ആര് എവിടെ എങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടും, അത് തന്നെ ഒരു വലിയ പോസിറ്റീവായിട്ടാണ് എനിക്ക് പല കാര്യങ്ങളും തോന്നിയിട്ടുള്ളത്.